നമസ്കാരം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. Financial statement are formal record that convey the financial activities and position of a business, individual or entity. ഒരു entity, ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻസ്, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, ഒരു പെർട്ടിക്കുലർ പീരീഡിലെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന ഒരു ഫോർമൽ റെക്കോർഡാണ് എന്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ നമുക്കറിയാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് ചെറിയ ക്ലാസ്സുകളിൽ അല്ലെ. ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ എന്താണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് ഒക്കെ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ആ ബിസിനസ് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ആ ബിസിനസിന്റെ എന്താണ് അസറ്റ് ആൻഡ് ലയബിലിറ്റി പൊസിഷൻ എന്താണ്, അത് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, they are a structured representation of financial information. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ ഒരു സ്ട്രക്ചർഡ് റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, വിച്ച് ഇൻക്ലൂഡ് ദി ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എക്സെട്ര. അപ്പോൾ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സിൽ എന്തെല്ലാം വരുന്നുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ബാലൻസ് ഷീറ്റ് വരും, ഇൻകം സ്റ്റേറ്റ്മെന്റ് വരും. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ വിളിക്കാറുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി വരും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇതെല്ലാം ചേർന്നതാണ് എന്ത് ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഡോക്യുമെന്റ് പ്രൊവൈഡ് an overview of company's financial conditions in both short and long term. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ഒരു ഓവർവ്യൂ നമുക്ക് ലഭിക്കാൻ ഈ സ്റ്റേറ്റ്മെന്റ് സഹായിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ലക്ഷ്യങ്ങൾ, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കൂ. പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. To offer a clear and accurate picture of the financial performance and position of an entity, enabling stakeholders to make informed decisions. അതായത് എന്താണ്, കമ്പനിയുടെ ഇൻഫർമേഷൻ, സ്ഥാപനത്തിന് വിവരങ്ങൾ, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് അറിയുവാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെ. കമ്പനിയുടെ ഓണേഴ്സ്, മാനേജേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, പിന്നെ അതുപോലെ എന്താണ് എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ഗവൺമെന്റ്, ഇങ്ങനെ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ നൽകുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പിന്നെ അടുത്ത അസിസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാൻ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക എന്നുള്ളതാണ്. Financial statement help investors, creditors, and management assess the viability and profitability of a business, influencing investment, lending, and operational decisions. അതുപോലെ തന്നെ എന്താണ്, തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും മാനേജ്മെന്റിനെയും ഒക്കെ എന്താണ് ബിസിനസിന്റെ വയബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി, അതിന്റെ ഇൻവെസ്റ്റ്മെന്റിനുള്ള ഇൻഫ്ലുവൻസിങ്, ലെൻഡിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. പിന്നെ അസസ് ക്യാഷ് ഫ്ലോസ്, they provide insight into the entity's ability to generate cash and cash equivalent and the timing and certainty of their generation. അതുപോലെ തന്നെ എന്താണ് ക്യാഷ് ജനറേറ്റ് ചെയ്യാനുള്ള കമ്പനിയുടെ എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും, ഏതൊക്കെ സാഹചര്യത്തിൽ, ഏതൊക്കെ സമയങ്ങളിൽ അത് ജനറേറ്റ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സഹായിക്കും. ദെൻ ഇവാലുവേറ്റ് മാനേജ്മെന്റ് പെർഫോമൻസ്, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ഉപയോഗിക്കാം. ഓക്കെ, പിന്നെന്താണ് എൻഷുർ റെഗുലേറ്ററി കംപ്ലയൻസ്, നിയമപരമായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടും ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ടും ഒക്കെ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളും റൂൾസും ഒരു സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക അതിന്റെ ഒരു ലക്ഷ്യം, ആ ഒരു ലക്ഷ്യം കൂടിയാണ്. കാരണം കൃത്യമായിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു മാനറിൽ എന്ത് ചെയ്യണം, ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്, ഫെസിലിറ്റേറ്റ് കമ്പാരറ്റീവ് അനാലിസിസ് എന്ന താരതമ്യ പഠനത്തിന് സഹായിക്കുക. ഓക്കെ, ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് അലോ ഫോർ കമ്പാരിസൺ ഓവർ ഡിഫറെന്റ് പീരീഡ്, കമ്പനിയുടെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബാക്കിലേക്കുള്ള ഡിഫറെന്റ് എന്താണ് ഒരു 5 വർഷത്തെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഒരു കമ്പയർ ചെയ്ത് പഠിക്കാനും, അതുപോലെ തന്നെ എന്താണ് സെയിം ഇൻഡസ്ട്രിയിലുള്ള മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാനൊക്കെ സഹായിക്കുന്നുള്ളതാണ്. ഓക്കെ, അടുത്തതാണ് സപ്പോർട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിങ് ഫോർകാസ്റ്റിംഗിനും ഇത് സപ്പോർട്ട് ചെയ്യുക. പ്രൊവൈഡ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, അതായത് ബൈ ഡിസ്ക്ലോസിംഗ് ഫിനാൻഷ്യൽ ഡാറ്റ കമ്പനീസ് പ്രൊമോട്ട് ട്രാൻസ്പെറൻസി, ബിൽഡിംഗ് ട്രസ്റ്റ് വിത്ത് ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് ദി പബ്ലിക്. അതായത് ഫിനാൻഷ്യൽ ഡാറ്റയിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റ, ഫിനാൻഷ്യൽ പെർഫോമൻസ് കൃത്യമായിട്ട് എന്താണ് ഡിസ്ക്ലോസ് ചെയ്യുന്നതിലൂടെ
എന്താ ഉണ്ടാക്കുന്നത്, ഒരു ട്രാൻസ്പെറൻസി, ഒരു വിശ്വസ്തതയാണ് അവിടെ, ഒരു അക്കൗണ്ടബിലിറ്റി ആണ് അതിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വിലയിരുത്താൻ പറ്റുന്നു, അല്ലെ? അതുപോലെ എന്താണ്, ക്രെഡിറ്റേഴ്സിന് പണം നൽകി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്യും എന്ത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത് പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അസിസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, assess cash flows, evaluate management performance, ensure regulatory compliance, facilitate comparative analysis, support financial planning and forecasting, provide transparency and accountability. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ബേസ് തന്നെയാണ് ഇത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നമുക്ക് ഊഹിച്ചത്, നമ്മൾ ഇത്തരം പോയിന്റുകൾ ഇങ്ങനെ കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് എഴുതാവുന്നതാണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇനി കണ്ടന്റ് ഓഫ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ കണ്ടന്റ്സ് ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന് മാനുഫാക്ചറിങ് അക്കൗണ്ട്. ഫസ്റ്റ് വരുന്നത് മാനുഫാക്ചറിങ് അക്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, പ്രിപ്പയർഡ് ബൈ മാനുഫാക്ചറിങ് ബിസിനസ് ടു കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു മാനുഫാക്ചറിങ് ബിസിനസ്, അതായത് പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ, അവര് എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ദ കോമ്പണൻസ്? എന്തൊക്കെയാണ് കോമ്പണൻസ് വരുന്നത്? റോ മെറ്റീരിയൽ കൺസ്യൂമർ ഉണ്ട്, കോസ്റ്റ് ഓഫ് കൺവേർഷൻ ഉണ്ട്, വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ട്, സ്ക്രാപ്പ് ഉണ്ട്. അപ്പം റോ മെറ്റീരിയൽ കൺസ്യൂമഡ് എങ്ങനെ കാണാം? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്റർ പറഞ്ഞ സമയത്ത് റോ മെറ്റീരിയൽ കൺസ്യൂമഡ് കമ്പ്യൂട്ട് ചെയ്യുന്ന എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടി പർച്ചേസ് ആഡ് ചെയ്യുക, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എത്ര റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തെന്ന് കിട്ടും. ദെൻ കോസ്റ്റ് ഓഫ് കൺവേർഷൻ ഉണ്ട്. കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്ട് ലേബർ ഉണ്ടായിരിക്കും, ഫാക്ടറി ഓവർ ഹെഡ് ഉണ്ടായിരിക്കും, ഇതെല്ലാം ചേർന്നിട്ടാണ് കൺവേർഷൻ കോസ്റ്റ്. റോ മെറ്റീരിയലിനെ നമുക്ക് എന്താക്കാൻ, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വരുന്ന ചെലവ്, അതാണ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടാവും, അല്ലെ? ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവാതെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് നിൽക്കുന്ന, അതായത് ഇയർ എൻഡ് ആകുമ്പോൾ നമുക്ക് എന്താണ്, ഫൈനൽ പ്രൊഡക്റ്റ് ആവാതെ എന്നാൽ കുറച്ചൊക്കെ അതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അത്തരമുള്ള ഒരു ഐറ്റത്തിനെയാണ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. സ്ക്രാപ്പ് വാല്യൂ, സ്ക്രാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രാപ്പ്, അതായത് എന്താണ്, നമ്മുടെ കയ്യിലുള്ള എന്താണ്, റെസിജ്വൽ സ്ക്രാപ്പിന്റെ എന്താണ്, നമുക്ക് വിൽക്കാൻ സാധിക്കുന്ന വേസ്റ്റേജ് ഒക്കെ ഉണ്ടാവാം. ആ വേസ്റ്റേജിന്റെ വിൽക്കാൻ പറ്റുന്ന എമൗണ്ട്, വിറ്റ് കിട്ടാൻ സാധ്യതയുള്ള റെസിജ്വൽ വാല്യൂ ഉണ്ടാവും. അതാണ് സ്ക്രാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുക: റോ മെറ്റീരിയൽ കൺസ്യൂമഡ്, കോസ്റ്റ് ഓഫ് കൺവേർഷൻ, വർക്കിംഗ് പ്രോഗ്രസ്, സ്ക്രാപ്പ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ അവിടെ എന്ത് കണ്ടുപിടിക്കുന്നത്? ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ കിട്ടുക? ഇക്വേഷൻ ഉണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു റോ മെറ്റീരിയൽ കൺസ്യൂമഡ്. അപ്പോൾ റോ മെറ്റീരിയൽ കൺസ്യൂമറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ ആദ്യം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു റോ മെറ്റീരിയൽ കൺസ്യൂമഡ് പ്ലസ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ മൈനസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ്. ഓക്കെ, ഇതാണ് എന്ത് വരുന്നത്? നമ്മുടെ എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പറഞ്ഞത്. മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കണ്ടന്റ് എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് നോക്കൂ. ട്രേഡിംഗ് അക്കൗണ്ട് ഷോസ് ദി ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ കമ്പനീസ് സെയിൽസ് വിത്ത് ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ, ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഗുഡ്സ് സെയിൽസും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഒരു ഗുഡ്സ് വിൽക്കുവാൻ തയ്യാറായിട്ടുള്ള ഒരു ഗുഡ്സിന് എത്രത്തോളം ചെലവ് വരുന്നുണ്ട്, അത് പ്ലസ് അതിന്റെ സെല്ലിംഗ് പ്രൈസ്. നമ്മൾ കഴിഞ്ഞ ദിവസം കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്കറിയാം, അല്ലെ? പക്ഷേ ട്രേഡിംഗ് അക്കൗണ്ട് അല്ല, ആ രീതിയിലല്ല നമ്മളവിടെ പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിച്ചതെങ്കിൽ പോലും എന്താണ്, അവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കിട്ടുമെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും സെയിൽസും കമ്പയർ ചെയ്ത് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് റൂൾ അറിയാമല്ലോ, എന്താണ്? എന്താ റൂള്? ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ് ഡെബിറ്റ്, ഓൾ ഇൻകം ആൻഡ് ഗെയിൻ ഇസ് ക്രെഡിറ്റ് എന്നുള്ള ആ റൂൾ അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പണന്റ് നോക്കും, എന്തൊക്കെയാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടാവുക? ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്താ ഉണ്ടാവും? ഡെബിറ്റ് സൈഡിലെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ചെയ്തും ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്തും പർച്ചേസ് ചെയ്തും ഡയറക്റ്റ് എക്സ്പെൻസ് ചെയ്തും. ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്തും? ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്തും അതുപോലെ തന്നെ സെയിൽസ് ചെയ്തും. ഇതെല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ചെയ്താൽ അത് തമ്മിലൊരു ഡിഫറൻസ് നമുക്ക് കിട്ടും. ഡെബിറ്റും ക്രെഡിറ്റും തമ്മിൽ ഡിഫറൻസ് കിട്ടും. അതായിരിക്കും എന്ത് അവിടെ എന്തായിട്ട് വരിക? ഗ്രോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിട്ടോ വരിക. ഓക്കെ,
അപ്പൊ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുന്ന ഫോർമുല തന്നിട്ടുണ്ട് നോക്കൂ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ദെൻ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്നും കിട്ടും. ക്ലിയർ? ഇനി അടുത്ത് നോക്കും, അടുത്ത കണ്ടന്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താ പറയുന്നത്? Provide a detailed breakdown of net profit or loss by including all remaining expenses and incomes. അതായത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്തതിന് ശേഷം ട്രേഡിംഗുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസും മറ്റു കാര്യങ്ങളും എവിടെ എടുക്കും? ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കും. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രേഡിംഗുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത മറ്റ് എക്സ്പെൻസുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇൻകംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ കാണിക്കുക എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പൊ റിമൈനിങ് എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ്, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാത്ത എക്സ്പെൻസ് ഇൻകംസും കാണിച്ച് എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു? നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, നെറ്റ് ലോസ് എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് റൂൾ അനുസരിച്ച് തന്നെയാണ്? നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ അനുസരിച്ച് തന്നെയാണ്. അതായത് ഓൾ ഇൻകം ആൻഡ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസ് ഇസ് ഡെബിറ്റ്, ഓൾ ഇൻകം ആൻഡ് ഗെയിൻ ഇസ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ആ റൂൾ ഉപയോഗിച്ച് തന്നെയാണ് ഒരു നോമിനൽ അക്കൗണ്ടിന് എക്സാമ്പിൾ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉൾക്കൊള്ളിക്കുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് എന്തൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എടുക്കാറുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓഫീസ് സാലറി, റെന്റ്, പ്രിന്റിംഗ്, പോസ്റ്റേജ് ആൻഡ് ഡിപ്രീസിയേഷൻ. അതായത് നമ്മുടെ സ്ഥാപനത്തിന്റെ ഓഫീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് എടുക്കാറുണ്ട്. സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ് അവിടെ വരിക. ഏതൊക്കെയാണ്? അഡ്വർടൈസിങ്, സെയിൽസ് കമ്മീഷൻസ്, ബാഡ് ഡെപ്റ്റ്, ക്യാരേജ് ഔട്ട്വേർഡ് തുടങ്ങിയ ഐറ്റംസ് ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ് ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് അറിയാം. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി പോവുക. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്, അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുമായി റിലേറ്റഡ് അല്ലാത്ത കുറച്ച് എക്സ്പെൻസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഇൻട്രസ്റ്റ്, ബാങ്ക് ചാർജസ്, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് തുടങ്ങിയ ഐറ്റംസ്. അതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെന്റ്, ഡിവിഡന്റ്, ഇൻഷുറൻസ് ക്ലെയിം തുടങ്ങിയ ഐറ്റംസ് ഒക്കെ. ഇതാണ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇത്തരം ഐറ്റംസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉൾക്കൊള്ളിക്കുക. ഓക്കെ, അത് ഉൾക്കൊള്ളിച്ച് നമ്മൾ അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കും? നെറ്റ് ലോസ് ആണോ നെറ്റ് പ്രോഫിറ്റ് ആണോ നമ്മൾ അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ മനസ്സിലാക്കുക, ഇത്തരം ഐറ്റംസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസുകളെല്ലാം നമ്മൾ എവിടെ കാണിക്കും? എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് സൈഡിലും ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. അതിന്റെ ഡിഫറൻസ് ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റ് ആവാം അല്ലെങ്കിൽ നെറ്റ് ലോസ് ആവാം. ക്ലിയർ? ഇനി അടുത്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അല്ലെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്ന് അറിയാത്തവർ ആരും ഉണ്ടാവില്ല. എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? ഒരു ബിസിനസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അവർ മനസ്സിലാക്കുന്നു അവർക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത്. ആ പ്രോഫിറ്റിനെ അവർ എങ്ങനെ വിനിയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, അതിനെ എങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. നോക്കൂ, യൂസ്ഡ് ബൈ എ കമ്പനി ആൻഡ് പാർട്ണർഷിപ്പ് ടു ഷോ ഹൗ നെറ്റ് പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. നെറ്റ് പ്രോഫിറ്റിനെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അത് കാണിക്കുവാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റിനെ ഉപയോഗിക്കുന്നത്? നമ്മൾ കുറെ റിസർവിലേക്ക് മാറ്റും, അല്ലെ, കുറച്ച് ഡിവിഡന്റ് കൊടുക്കും, ചിലപ്പോൾ ബോണസ് ഷെയർ കൊടുക്കാം, കുറെ ടാക്സ് നൽകുന്നുണ്ടാവാം. അപ്പൊ അത്തരം കാര്യങ്ങളാണ് എവിടെ കാണിക്കുക? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കുക. ക്ലിയർ? അടുത്ത കണ്ടന്റ് ആണ് ബാലൻസ് ഷീറ്റ്. നോക്കൂ, ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലെ? ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഒരു പെർട്ടിക്കുലർ ഡേറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ് ഇത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അല്ലെ, നമുക്കറിയാം ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതുക? ആസ് ഓൺ 31st March എന്ന രീതിയിൽ എഴുതാറുള്ളത്. ആസ് ഓൺ എന്നാണ് ഉപയോഗിക്കുന്നത്. ഈ അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? അവിടെ ഫോർ ദി ഇയർ എൻഡഡ്, അതായത് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക്. അപ്പൊ ആസ് ഓൺ 31st March എന്ന് പറയുമ്പോൾ മാർച്ച് 31 ഈ കമ്പനിയുടെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഈ രീതിയിലാണ്. അതാണ് അവിടെ കാണിക്കുന്നത്. ചിലപ്പോൾ April 1 ആകുമ്പോൾ അതിന് മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആസ് ഓൺ എന്ന് പറയുന്നത്. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്താണ്? ഫോർ ദ ഇയർ എൻഡഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ കമ്പനി ഓപ്പറേറ്റ് ചെയ്ത് റൺ ചെയ്തിട്ട് കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഇത്രയാണ്, കമ്പനിക്ക് വന്നിട്ടുള്ള ഇൻകംസ് ഏതൊക്കെയാണ്, കമ്പനിക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് ഏതൊക്കെയാണ്, അത് കാണിച്ച് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആസ് ഓൺ. ആ ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് ഡേറ്റിൽ കമ്പനിയുടെ കയ്യിലുള്ള അസറ്റ് എത്രയാണ്, ലയബിലിറ്റി എത്രയാണ്, ഇക്വിറ്റി എത്രയാണ് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ഒരു സ്നാപ്ഷോട്ട് ആണ് എന്ത്? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എന്തെല്ലാം ഐറ്റംസ്, എന്താണ് ബാലൻസ് ഷീറ്റിൽ പ്രധാനപ്പെട്ട കോമ്പണൻസ് അറിയാമല്ലോ. എന്താണ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കുന്നത് അസറ്റുകൾ, ക്യാപിറ്റൽ, ലയബിലിറ്റീസ് ആണ്. ഓക്കെ, അസറ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയാം അല്ലെ? അസറ്റുകൾ എന്തൊക്കെയാണ്? ഫിക്സ്ഡ് അസറ്റ് ഉണ്ടാവാം, ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടാവാം,
ടാഞ്ചിബിൾ അസറ്റ് ഉണ്ടാവാം, ലിക്വിഡ് അസറ്റ് ഉണ്ടാവാം, ഓക്കെ, കറണ്ട് അസറ്റ് ഉണ്ടാവും. അത്തരത്തിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസറ്റുകളുണ്ട്. അതുപോലെ ലയബിലിറ്റീസ് ഉണ്ടാവാം, ലോങ് ടൈം ലയബിലിറ്റീസ് ഉണ്ടാവാം, കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടാവാം, ഓക്കെ. പിന്നെ ഇക്വിറ്റി എന്ന ക്യാപിറ്റൽ റിസർവ് ചേർന്നാണ് ഇക്വിറ്റീസ്, അതായത് ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഒരു ബാലൻസ് ഷീറ്റിനകത്ത് സാധാരണയായിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം അവിടെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് കണ്ടന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതിൽ പറയുന്നത് പ്രധാനമായിട്ടും മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. ഒന്ന് എന്താ പറയാ, നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ +2 അല്ലെങ്കിൽ ഡിഗ്രി ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇപ്പോഴും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ എന്താണ് +1 ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ടേംസിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല. ഞാൻ ആ രീതിയിൽ വിലയിരുത്തുന്നില്ല, കാരണം PG സ്റ്റുഡൻസ് ആണല്ലോ, അപ്പൊ നിങ്ങൾക്ക് പറ്റും ഇതെല്ലാം. ഓക്കെ, അടുത്തത് പ്രസന്റേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമൊന്നുമല്ല. ബാലൻസ് ഷീറ്റ് നോക്കൂ. ബാലൻസ് ഷീറ്റ് ഇൻവോൾവ് ഡിസ്പ്ലേയിങ് അസറ്റ് ഓൺ വൺ സൈഡ് ആൻഡ് ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി ഓൺ അതർ സൈഡ്, അല്ലെ? നമുക്കറിയാം ബാലൻസ് ഷീറ്റ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് പഠിച്ച സമയത്ത് ബാലൻസ് ഷീറ്റിന്റെ ഒരു വശത്ത് എന്ത് ചെയ്തും അസറ്റ് സൈഡിൽ അസറ്റ് എന്ന് പറയും, ഒരു ഭാഗത്ത് ബാക്കി മറ്റേ ഭാഗത്ത് എന്ത് ചെയ്തും ലയബിലിറ്റീസ്, ആ ലയബിലിറ്റീസിനകത്ത് ഇക്വിറ്റിയും അതുപോലെ തന്നെ എന്താണ് ലയബിലിറ്റീസ് ഒരുമിച്ചാണ് അവിടെ എഴുതാറുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ അസറ്റും മറ്റൊരു സൈഡിലായിരിക്കും ഇക്വിറ്റിയും ലയബിലിറ്റീസും എഴുതുക. ഓക്കെ, the two primary format for presenting a balance sheet are. അപ്പോൾ നിലവിൽ ഇന്ന് ബാലൻസ് ഷീറ്റ് പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ഫോളോ ചെയ്യുന്ന രണ്ട് ഫോർമാറ്റ് ആണുള്ളത്. ഒന്ന് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ കൺവെൻഷണൽ ഫോർമാറ്റ്. നമ്മൾ പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ ഹൊറിസോണ്ടൽ രൂപത്തിൽ ഒരു സൈഡിലെ അസറ്റ് ഒരു സൈഡിലെ ലയബിലിറ്റി എന്ന രീതിയിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു T ഫോർമാറ്റിലുള്ള ഒരു ബാലൻസ് ഷീറ്റ്. മറ്റൊരു വെർട്ടിക്കൽ ഫോർമാറ്റ് ആണ്. അത് നേരെ താഴോട്ട് ഇങ്ങനെ എഴുതി പോവുക. ആദ്യം അസറ്റ് എഴുതി പോകുന്നു, പിന്നെ അതിന് അസറ്റുകൾ ഫുൾ എഴുതി കഴിഞ്ഞ ശേഷം ലയബിലിറ്റീസ് എഴുതി പോകുന്നത്, നേരെ താഴോട്ട് വെർട്ടിക്കൽ രീതിയിൽ എഴുതുന്ന ഇതിനെയാണ് വെർട്ടിക്കൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയാണ് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഓക്കെ, ഹൊറിസോണ്ടൽ ഓർ കൺവെൻഷണൽ ഫോർമാറ്റ് അല്ലെങ്കിൽ T ഫോർമാറ്റിൽ എന്താ പറയുക, അസറ്റ് ആർ ലിസ്റ്റഡ് ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ അസറ്റിനെ കാണിക്കും. അതുപോലെ തന്നെ ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റീസ് എവിടെ കാണിക്കും? നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും കാണിക്കുക. അങ്ങനെ T ഫോർമാറ്റിൽ ആണ് അവിടെ നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഹൊറിസോണ്ടൽ ഫോർമാറ്റിലോ അസറ്റ് ആർ ലിസ്റ്റഡ് ഇൻ കോളം സ്റ്റാർട്ടിംഗ് വിത്ത് നോൺ കറന്റ് അസറ്റ്. ഫിക്സ്ഡ് കോളംസ് ആയിട്ട് നമ്മൾ നേരെ താഴെ ഇങ്ങനെ എഴുതി പോവുക ചെയ്യുക. ഇതാണ് ആദ്യം നോൺ കറന്റ് അസറ്റ് ചെയ്തും, പിന്നെ എന്ത് ചെയ്തും, പിന്നെ കറന്റ് അസറ്റ് ചെയ്തും, പിന്നെ ലയബിലിറ്റീസ് ചെയ്തും, പിന്നെ അങ്ങനെ ആ രീതിയിൽ നമ്മൾ താഴെ ലിസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് വെർട്ടിക്കൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻസ് ഐറ്റംസ് ഇൻ ബാലൻസ് ഷീറ്റ്. ഒരു ബാലൻസ് ഷീറ്റിനകത്ത് കാണുന്ന ഐറ്റംസിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം പ്രധാനമായിട്ട് ബാലൻസ് ഷീറ്റിന്റെ അകത്തുള്ള ഐറ്റംസ് അസറ്റ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി ആണ്. ഇനി അസറ്റുകൾ തന്നെ നമുക്ക് ഒരു 7 ക്ലാസിഫിക്കേഷൻ അസറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഫിക്സ്ഡ് അസറ്റ് ഉണ്ടാവാം. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ, നോട്ട് മെന്റ് ഫോർ സെയിൽ. അതായത് റീസെയിലിന് വേണ്ടി നമ്മൾ പ്രൊഡക്ഷൻ നടത്തുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബിസിനസ്സിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. അത് ആ ബിസിനസ് എന്താണ് റീസെയിലിന് വേണ്ടിയിട്ട് വാങ്ങി വെക്കുന്നതല്ല. ക്ലിയർ? ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി ഒക്കെയാണ് ഫിക്സ്ഡ് അസറ്റിന് ഉദാഹരണം. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ഫിസിക്കൽ അസറ്റ് ദാറ്റ് ഹോൾഡ് വാല്യൂ. അതായത് ഒരു ബിസിനസ്സിനകത്ത് നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്ന ടച്ചബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല ഈ ഇൻടാഞ്ചിബിൾ അസറ്റ്. പക്ഷെ അതിന് അതിനൊരു വാല്യൂ ഉണ്ട്. നമുക്ക് ഗുഡ് വിൽ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ എക്സാമ്പിൾ, പാറ്റന്റ് അല്ലെ, പാറ്റന്റ് എടുക്കുക, ട്രേഡ് മാർക്ക്, ഇതൊക്കെ എന്താണ്? അത് നമുക്ക് ടച്ചബിൾ ആയിട്ട് ഉള്ള ഒരു ഐറ്റം അല്ല, പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ട്. ക്ലിയർ? പിന്നെന്താണ് അടുത്ത? കറന്റ് അസറ്റ്. കറന്റ് അസറ്റ് എന്ന അസറ്റ് എക്സ്പെക്ടഡ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഇയർ. വിത്തിൻ എ ഇയർ, ഒരു വർഷത്തിനുള്ളിൽ, 12 മാസത്തിനുള്ളിൽ നമുക്ക് എന്താണ് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് കറന്റ് അസറ്റ് എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് നമുക്ക് അതിനെ എന്താക്കി മാറ്റാം? ഈസിലി ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാം. എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കറന്റ് അസറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, എക്സാമ്പിൾസ് ക്യാഷ്, ഇൻവെന്ററീസ്, റിസീവബിൾസ് ഒക്കെ അതിന് എക്സാമ്പിൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ലിക്വിഡ് ഓർ ക്വിക്ക് അസറ്റ് എന്താണ്? ഈസിലി കൺവേർട്ടബിൾ ടു, നമുക്ക് എന്താണ് കറന്റ് അസറ്റിനേക്കാളും കുറച്ചും കൂടി വേഗത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റത്തിനെയാണ് എന്ത്? ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. അത് ക്യാഷ് അറ്റ് ബാങ്ക്, റിസീവബിൾസ്, സ്റ്റോക്ക് അതിൽ വരില്ല എന്നർത്ഥം. സ്റ്റോക്ക് ഒഴികെ മറ്റു കറന്റ് അസറ്റുകളൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? അല്ലെങ്കിൽ ക്വിക്ക് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് എന്ന് പറയാം. ഓക്കെ, അടുത്താണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയും. അതായത് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ പഠിച്ചതാണ്, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കാറുണ്ട് എന്ത്? നമുക്ക് ലോസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ലോസ് ആണെങ്കിൽ ആ ലോസ് നമ്മൾ എവിടെ കാണിക്കുക? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക.
അല്ലെ? അതുപോലെ തന്നെ നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എവിടെ കാണിക്കുക? അത് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലാണ് കാണിക്കുക. ആക്ച്വലി ഇതൊക്കെ അസറ്റ് ആണോ? അല്ല, നമ്മുടെ നഷ്ടമാണ് അത്. അല്ലെ? അതായത് അക്കൗണ്ടിങ് ഇക്വേഷൻ ആയിട്ടുള്ള അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്തരമായിട്ട് ആക്ച്വലി അസറ്റ് ആണോ? അസറ്റ് അല്ല, എന്നാൽ നമ്മൾ അസറ്റ് ആയിട്ട് കാണിക്കുന്നു. അങ്ങനെയുള്ളതിനെയാണ് ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോൺ എക്സിസ്റ്റന്റ് ഓർ നോൺ ഫിസിക്കൽ ഐറ്റം സച്ച് ആസ് ലോസ്, പ്രിലിമിനറി എക്സ്പെൻസസ് വിച്ച് ആർ റിട്ടേൺ ഓഫ് ഓവർ ടൈം. അത് നമ്മൾ എന്ത് ചെയ്യും? ഇത്തരം ഫിക്ടീഷ്യസ് അസറ്റിനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയാറാണ് ചെയ്യാറുള്ളത്. ഓവർ ടൈം നമ്മൾ വർഷങ്ങൾ കൊണ്ട് അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് വേസ്റ്റിംഗ് അസറ്റ്. നോക്കൂ, അസറ്റ് ദാറ്റ് ലോസ് വാല്യൂ ഓവർ ടൈം സച്ച് ആസ് നാച്ചുറൽ റിസോഴ്സസ്. എക്സാമ്പിൾ ഓയിൽ മിനറൽസ് പോലെ എന്താണ് ഇത് വേസ്റ്റ് ആയി പോകാൻ സാധ്യതയുള്ള, അതായത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വീണ്ടും റീപ്രൊഡക്ഷൻ നടക്കാത്ത അസറ്റുകളെയാണ് എന്ത് വിളിക്കുന്നത്? ഈ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ മിനറൽസും ഓയിൽസും ഒക്കെ അത്തരത്തിലുള്ള എക്സാമ്പിൾ, നാച്ചുറൽ റിസോഴ്സസ് ആണ് പ്രധാനമായിട്ടും. ഓക്കെ, പിന്നെ കണ്ടിൻജന്റ് അസറ്റ് എന്ന് പറയും. കണ്ടിൻജന്റ് എന്ന വാക്കിനർത്ഥം ഡിപ്പെൻസ് അപ്പോൺ കണ്ടീഷൻ എന്ന അർത്ഥം. കണ്ടിൻജന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിൾ ഫ്യൂച്ചർ അസറ്റ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ അൺസർട്ടൻ ഇവന്റ്. എക്സാമ്പിൾ പെൻഡിങ് ലീഗൽ ക്ലൈംസ് എന്ന് പറയുന്നത്. അതായത് എന്താണ് ഈ അതൊരു അസറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ നിലവിൽ അതൊരു അസറ്റ് അല്ല. അത് മേ ബി അസറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിനകത്ത് അതിനെ കാണിക്കാറില്ല ശരിക്കും. ബാലൻസ് ഷീറ്റിന് പുറത്ത് ഒരു നോട്ടായിട്ടാണ് കണ്ടിൻജന്റ് അസറ്റിനെ കണ്ടിൻജന്റ് ലയബിലിറ്റീസ് ഒക്കെ കാണിക്കാറുള്ളത്. അത് പ്രോബബിൾ ഫ്യൂച്ചർ അസറ്റ് എന്ന് പറയുന്നത്. ഭാവിയിൽ അസറ്റ് ആകാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ത്? കണ്ടിൻജന്റ് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? ഇപ്പം നമ്മുടെ എന്തെങ്കിലും നിയമക്കുരുക്കിൽ എന്താണ് കോടതി വിധിയെ ആശ്രയിച്ചിട്ട് ആയിരിക്കും എന്തെങ്കിലും നിയമ പ്രശ്നത്തിൽ ഉൾപ്പെട്ടുള്ള എന്തെങ്കിലും വസ്തു ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ കോടതി വിധി അനുസരിച്ച് ചിലപ്പോൾ അനുകൂലമായ നമ്മുടെ അസറ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത്തരം അസറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടിൻജന്റ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? ഫിക്സ്ഡ് അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, കറന്റ് അസറ്റ്, പിന്നെ ക്വിക്ക് അസറ്റ് ഓർ ലിക്വിഡ് അസറ്റ്, ഫിക്ടീഷ്യസ് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, അതുപോലെ തന്നെ കണ്ടിൻജന്റ് അസറ്റ്. ഓക്കെ, ഇതിനടുത്താണ് ലയബിലിറ്റീസ്. നോക്കുക, ലയബിലിറ്റീസ് അതുപോലെ തന്നെ ലോങ് ടേം ലയബിലിറ്റീസ് ഉണ്ട്, കറന്റ് ലയബിലിറ്റീസ് ഉണ്ട്, കണ്ടിൻജന്റ് ലയബിലിറ്റീസ് ഉണ്ട്. ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓബ്ലിഗേഷൻ ഡ്യൂ ആഫ്റ്റർ മോർ ദാൻ 1 ഇയർ. ഒരു വർഷത്തിൽ കൂടുതൽ കാലം നമുക്ക് ഹെൽഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ സമയമെടുത്ത് നമുക്ക് റീപേയ്മെന്റ് നടത്താൻ പറ്റുന്ന ലയബിലിറ്റീസിനെയാണ് എന്ത് വിളിക്കുന്നത്? ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? കറന്റ് ലയബിലിറ്റീസ് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസിനെയാണ് കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കണ്ടിൻജന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇപ്പൊ നമ്മുടെ ലയബിലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ലയബിലിറ്റി അല്ല, പക്ഷെ ഭാവിയിൽ എന്താണ്? ഡിപ്പെൻസ് അപ്പോൺ കണ്ടീഷൻസ്. ഭാവിയിൽ ചില സാഹചര്യങ്ങൾ നമുക്ക് എതിരായി കഴിഞ്ഞാൽ അത് നമ്മുടെ ലയബിലിറ്റി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത്തരം ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടിൻജന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നമുക്ക് ഈ ക്ലാസ്സിൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ വളരെ ചുരുക്കി കണ്ടന്റ് പറഞ്ഞു തരികയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് നിങ്ങളൊന്ന് വായിക്കുക, ഈ വീഡിയോ ഒന്ന് കാണുക, ആശയം മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ഓക്കെ, ശരി. ബാക്കി അടുത്ത ക്ലാസ്.